നേതൃത്വത്തെ അണികൾ തിരുത്തേണ്ടതുണ്ടെന്ന പാഠമാണ് ഈ തെരഞ്ഞെടുപ്പ് വ്യക്തമാക്കുന്നതെന്ന് വിജയത്തിന് ശേഷം വി കുഞ്ഞികൃഷ്ണൻ. തിരുത്തൽ വരുത്തേണ്ടിടത്ത് CPM നേതാക്കൾ തിരുത്തണമെന്നാണ് ആവശ്യപ്പെടാനുള്ളതെന്നും വി കുഞ്ഞികൃഷ്ണൻ മാധ്യമങ്ങളോട് പറഞ്ഞു. വലിയ നിലയിൽ ജനങ്ങൾ പിന്തുണച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തെ അപജയം ഇല്ലാതാക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. തിരുത്തൽ വരുത്തേണ്ടിടത്ത് CPM നേതാക്കൾ തിരുത്തണം. കമ്മ്യൂണിസ്റ്റുകാരായ നിരവധി ആളുകളുടെ വോട്ട് ലഭിച്ചിട്ടുണ്ട്. നേതൃത്വത്തെ അണികൾ തിരുത്തേണ്ടതുണ്ടെന്ന പാഠമാണ് ഈ തെരഞ്ഞെടുപ്പ് വ്യക്തമാക്കുന്നത്. LDF വ്യാപകമായി കള്ളവോട്ട് ചെയ്തെന്നത് വസ്തുതയാണ്. എന്നിട്ടും വിജയിക്കാനായില്ലെന്നും വി കുഞ്ഞികൃഷ്ണൻ ആരോപിച്ചു. തെറ്റിൽ നിന്ന് തിരുത്തൽ വരുത്തണമെന്നാണ് ഞാൻ ആവശ്യപ്പെട്ടത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തുണ്ടാകുന്ന അപജയങ്ങൾ ഇല്ലാതാക്കാൻ കഴിയണമെന്നതാണ് ഞാൻ ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ആ തെറ്റ് തിരുത്തിക്കുന്നതിന് വേണ്ടിയുള്ള അണികളുടെ ഒരു വികാരമാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ പ്രതിഫലിച്ചിട്ടുള്ളത് എന്നതുകൂടി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് കേരളത്തിലെ CPM നേതൃത്വം തിരുത്തൽ വരുത്തേണ്ടുന്ന കാര്യങ്ങളിൽ തിരുത്തൽ വരുത്തി മുന്നോട്ട് പോകാൻ ഈ തെരഞ്ഞെടുപ്പ് വിധി അവരെ പ്രേരിപ്പിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. 7847 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വി കുഞ്ഞികൃഷ്ണൻ വിജയിച്ചത്. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.